ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദിമല്ലു ബാങ്കർ. അപ്പോൾ ഇന്ന് എൻ്റെ SBI ക്ലർക്ക് മെയിൻസ് എക്സാം ആയിരുന്നു. ആൻഡ് എല്ലാവരുടെയും എക്സാം ഓവറായി എന്നറിയാം. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം എന്നും അതുപോലെ തന്നെ എക്സാം ഡിഫിക്കൽറ്റി എങ്ങനെ ഉണ്ടായിരുന്നെന്നും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അത്രയും എല്ലാ എക്സാംസ് പോലെ തന്നെ പഠിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ പ്രാക്ടീസ് കുറഞ്ഞതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന GA സെഷനായിരുന്നു. GAയിൽ ആക്ച്വലി ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നത് വൺ ലൈനർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമുക്ക് നന്നായിട്ട് റിവൈസ് ചെയ്തവർക്കൊക്കെ പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് അറിയാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ സ്റ്റാറ്റിക് പാർട്ടിൽ നിന്നൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, മെയ് മന്ത്സിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലും വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ വൺ ലൈനർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. ആൻഡ് ഞാൻ ആക്ച്വലി CA ഒന്ന് റിവൈസ് ചെയ്തിട്ടില്ലാഞ്ഞത് കൊണ്ട് തന്നെ എനിക്ക് SBI PO മെയിൻസിന് വേണ്ടി പഠിച്ച ഓഗസ്റ്റിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റി. എന്നാലും ഞാൻ ഒത്തിരി നെഗറ്റീവ്സ് ഒന്നും വരുത്തി വെക്കണ്ട എന്ന് കരുതി ആകെ 6 അറ്റംപ്റ്റ് മാത്രമേ നടത്തിയിട്ടുള്ളൂ GA. അപ്പോൾ ഒത്തിരി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്കി കുത്തി ഫുള്ള് വേണമെങ്കിലും അറ്റംപ്റ്റ് ചെയ്യാമായിരുന്നു. എന്നാലും നെഗറ്റീവ്സ് ഒഴിവാക്കാമെന്ന് കരുതിയാണ് 6 എണ്ണം ചെയ്തത്. എന്നാൽ അതിൽ തന്നെയും എനിക്ക് നെഗറ്റീവ്സ് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അനാലിസിസ് ഒക്കെ കണ്ടിട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ദെൻ അടുത്തതായിരുന്നു ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് സെക്ഷനായിരുന്നു അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഇംഗ്ലീഷ് ആക്ച്വലി നമ്മൾ ഗൈഡ്ലിയിലൊക്കെ ഇംഗ്ലീഷ് ആക്ച്വലി വളരെ ടഫായിരുന്നു എന്നാണ് ഒട്ടുമിക്ക കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. മോഡറേറ്റ് ലെവലായിരുന്നു എക്സാം എന്ന് പറയുന്നത്. മോഡറേറ്റ് ടു ഹാർഡ് ആയിരുന്നു എക്സാം എന്ന് പറയുന്നത്. കാരണം ആ ഒരു നമ്മളുടെ ഷിഫ്റ്റിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കാരണം നല്ല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. PO മെയിൻസ് ഒക്കെ പോലെ തോന്നാവുന്ന വിധത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. RC ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പാരജമ്പിൾസ് ഉണ്ടായിരുന്നു. ദെൻ പാരജമ്പിൾസ് ഈസി ആയിട്ട് എനിക്ക് തോന്നി. പാരജമ്പിൾസ് ഫുള്ള് എനിക്ക് ചെയ്യാൻ പറ്റി. ദെൻ RC എന്ന് പറയുന്ന 2 സെറ്റ് RC വന്നു. ആൻഡ് RC എന്ന് പറയുന്ന അത്യാവശ്യം നല്ല കുഴപ്പിക്കുന്ന തരം ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് വന്നതായിരുന്നു സെൻറ്റൻസിൽ നിന്നൊക്കെ ഗ്രാമർ കറക്റ്റ് ഏതാണ്, ഇൻകറക്റ്റ് ഏതാണ്, അതങ്ങനെ മാറിയും മറിച്ചും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ച് നോക്കാത്തവർക്ക് എന്ത് സംഭവിക്കുമായിരുന്നു, തെറ്റ് സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലായിരുന്നു. ഞാൻ വായിച്ച് നോക്കിയതിൽ നിന്ന് അത്യാവശ്യം മനസ്സിലായ രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ 30 ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ നെഗറ്റീവ്സ് വന്നിട്ടുണ്ടോ എന്ന് അറിയുകയില്ല, കാരണം നല്ല ഒരു ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇംഗ്ലീഷിൽ. ദെൻ അടുത്ത സെക്ഷൻ ക്വാൻസ് ആയിരുന്നു. ക്വാൻസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഡൂവബിൾ ആയിരുന്നു. GAനെ ഇംഗ്ലീഷിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡൂവബിൾ ആയിരുന്നു ക്വാൻസ്. ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നത് സിംപ്ലിഫിക്കേഷനിൽ നിന്നും അതുപോലെ തന്നെ ക്വാഡ്രാറ്റിക്കിൽ നിന്നും ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ സിംപ്ലിഫിക്കേഷനിൽ നിന്ന് അപ്രോക്സിമേഷൻ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ ക്വാഡ്രാറ്റിക് ഉണ്ടായിരുന്നു, അതൊക്കെ ഡൂവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ദെൻ സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതും ഡൂവബിൾ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായിരുന്നത് ക്വാണ്ടിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം ചെയ്യാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ദെൻ 3 സെറ്റ് DI ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഒരു ലൈൻ ഗ്രാഫിൻ്റെ ഉണ്ടായിരുന്നു, ഒരു ബാർ ഗ്രാഫ് ഉണ്ടായിരുന്നു, ദെൻ ഒരു കേസ്ലെറ്റ് ഉണ്ടായിരുന്നു. അതിൽ ഞാനാണെങ്കിൽ ലൈൻ ഗ്രാഫ് ഏറ്റവും ലാസ്റ്റാണ് ചെയ്തത്. പക്ഷേ ആ ലൈൻ ഗ്രാഫ് വളരെ സിമ്പിളായിരുന്നു. പ്രിലിംസ് ലെവൽ എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു ലൈൻ ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻ. ബാർ ഗ്രാഫ് എനിക്ക് ചെയ്യാമായിരുന്നു, ബട്ട് ഞാൻ ആ ഒരു മെത്തേഡിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് സമയം പോയി. ബട്ട് ബാർഗ്രാഫ് ചെയ്യുമായിരുന്നെങ്കിൽ ഡീകോഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളായിരുന്നു. അടുത്തതായിരുന്നു എൻ്റെ സമയം നല്ല രീതിയിൽ തന്നെ കൺസ്യൂം ചെയ്ത സാധനമായിരുന്നു കേസ്ലെറ്റ്. അപ്പോൾ കേസ്ലെറ്റിൽ ആ ഒരു ബോയ്സ് ആൻഡ് ഗേൾസിൻ്റെ വെച്ചിട്ടുണ്ടായിരുന്നത് ആക്ച്വലി ഞാനത് ഒന്ന് ഫുള്ള് ഡീകോഡ് ചെയ്തെടുത്തു. ബട്ട് എനിക്ക് ആ ഒരു ഡെസിമലൊക്കെ വന്നപ്പോഴത്തേക്കും കാൽക്കുലേഷൻ കുറച്ചൊരു ലെങ്തി ആയി പോയതുകൊണ്ട് തെറ്റിപ്പോയെന്ന് വിചാരിച്ച് ഞാനത് കട്ട് ചെയ്തിട്ട് പിന്നെയും ഒന്നുകൂടെ ചെയ്തു വന്നു. അപ്പോൾ എനിക്ക് കുറച്ച് സമയം അവിടെ നഷ്ടമായി. അത് കഴിഞ്ഞ് ഞാൻ ഫുൾ ഡീകോഡ് ചെയ്ത് ആൻസറിലോട്ട് എത്താറായപ്പോഴത്തേക്കും ടൈം ഔട്ടായി പോയി.
സോ ക്വാൺസ് എന്ന് പറയുന്നത് ഞാൻ അറ്റംപ്റ്റ് ചെയ്ത് 23 ആണ്. അത് അത്യാവശ്യം ഇപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ആ ഒരു ബാർഗ്രാഫിൻ്റെ ഡി എയും അതുപോലെ തന്നെ കേസ്ലെറ്റിൻ്റെ ഡി എയും ഒക്കെ ചെയ്യുമായിരുന്നെങ്കിൽ നല്ലൊരു സ്കോറ് നേടാൻ സാധിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു ക്വാൺസ്. ദെൻ കമ്മിങ് ടു റീസണിങ് ലാസ്റ്റ് ഇയറിനെ അപേക്ഷിച്ച് എളുപ്പമായിരുന്നു. കാരണം ലാസ്റ്റ് ഇയറിൽ ഏറ്റവും കുഴപ്പിച്ച ഒരു ഏരിയ എന്ന് പറയുന്നത് റീസണിങ് ആയിരുന്നു. എനിക്ക് എനിക്ക് തോന്നുന്നു 13 അടുത്ത് അങ്ങാണ്ട് അറ്റംപ്റ്റ് ഉള്ളായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ റീസണിങ് ഇത്തവണ അത്യാവശ്യം ഡ്യൂബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞാൻ ആദ്യം പോയി എടുത്തത് ഇൻപുട്ട് ഔട്ട്പുട്ടാണ്. ആ ഒരു സീരീസ് കണ്ടപ്പോൾ അത് സിമ്പിൾ ആയിരിക്കും എന്ന് ഓർത്താണ് ഇൻപുട്ട് ഔട്ട്പുട്ട് എടുത്തത്. പക്ഷേ എനിക്ക് ആ ഒരു നമ്പേഴ്സിൻ്റെ ലോജിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ കുറേ നേരം അങ്ങനെ പോയി. നമ്പേഴ്സിൻ്റെ ലോജിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തത് ക്വാണ്ടിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിലും ഒരു ക്വസ്റ്റ്യൻ ഞാൻ സ്റ്റക്കായിപ്പോയി, കുറച്ച് സമയം അങ്ങനെയും അവിടെ നഷ്ടമായി. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെയാണ് ഞാൻ ഇൻപുട്ടും ക്വാണ്ടിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യനും കഴിഞ്ഞതിന് ശേഷം എടുക്കുന്നത് പസിലാണ്. പസിൽ ആദ്യം എടുത്തത് ട്രയാങ്കിളിൻ്റെ ആ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ആദ്യം ചെയ്തപ്പോൾ തന്നെ അത് കിട്ടി. അത് സിമ്പിളായിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ടൊരു സെർട്ടൈൻ നമ്പർ ഓഫ് ആൾക്കാരുടെ വെച്ചിട്ടുണ്ടായിരുന്നൊരു പസിലുണ്ടായിരുന്നു, അതും എനിക്ക് കിട്ടി. ദെൻ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഡെസിഗ്നേഷൻ ബേസ്ഡ് ആയിട്ടുള്ള പസിലുണ്ടായിരുന്നു. അത് സിമ്പിളായിരുന്നു, അതും ചെയ്യാൻ പറ്റി. ആകെ എനിക്ക് പ്രശ്നം തോന്നിയത് ഈ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ടിൽ കുറച്ച് സ്റ്റക്കായി പോയത് കൊണ്ട് ബാക്കി ക്വസ്റ്റ്യൻസിലോട്ട് എത്തിച്ചേരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിപ്പോയി. ദെൻ ലാസ്റ്റ് നിമിഷത്തിലായിരുന്നു കോഡഡ് സിലോജിസം ഉണ്ടായിരുന്നത് ചെയ്തത്. അതുപോലെ തന്നെ ഡയറക്ഷൻ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഡയറക്ഷൻ അല്ല, ഡിസ്റ്റൻസ് കോഡിങ് ഡീകോഡിങ്. അപ്പോൾ അത് ഉണ്ടായിരുന്നത് ചെയ്ത് നോക്കാനുള്ള സമയം കിട്ടിയില്ല. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ക്രിട്ടിക്കൽ റീസണിങ് ഉണ്ടായിരുന്നു. ക്രിട്ടിക്കൽ റീസണിങ്ങിൽ ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എത്രമാത്രം ശരിയായിരിക്കുമെന്ന് അറിയില്ല, എന്നാലും അത്രയും ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. സോ ഞാൻ റീസണിങ്ങിൽ എൻ്റെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് 31 ആണ്. സോ ജി എയിൽ 6, ഇംഗ്ലീഷിൽ 30, ക്വാൻസിൽ 23, റീസണിങ്ങിൽ 31. ടോട്ടൽ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് 90 ആണ്. അത്രയും മതിയോ എന്നറിയില്ല, ബട്ട് എന്നാൽ ഇത്രയുമാണ് ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തവണ പഠനമൊക്കെ വളരെ മോശമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ നിങ്ങളുടെയൊക്കെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നതും അതുപോലെ തന്നെ ഡിഫിക്കൽറ്റി ലെവൽ എങ്ങനെ ഉണ്ടായിരുന്നതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നാളെ RRB എക്സാംസ് ഉള്ള ഒത്തിരി പേരുണ്ടായിരിക്കും. അപ്പോൾ ഇനി പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈമൊക്കെ വളരെ ലിമിറ്റഡ് ആണ്. സോ നിങ്ങൾ ഇനിയിപ്പോൾ പ്രാക്ടീസിനൊന്നും സമയം കൊടുക്കണ്ട, റെസ്റ്റ് എടുക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.